എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പട്ടാമ്പിയിലാണ് കേട്ടോ. അപ്പോൾ പട്ടാമ്പിയിലേക്ക് ഞാൻ പോണ വഴിയിൽ ഇത് കണ്ടതാണ്, പറക്കും ജ്വല്ലറി ബോച്ചയുടെ കാരവൻ. അപ്പോൾ അത് കണ്ടപ്പോൾ കുറേ കാലമായിട്ട് ഞാനിത് കാണണം എന്ന് വിചാരിച്ചിരുന്നതാണ്. കാണുമ്പോഴൊക്കെ ഇത് റോട്ടിൽ കൂടെ ഓടുന്ന സമയത്താണ് കാണുന്നത്. ഇത് എവിടെ നിൽക്കണത് നമ്മൾ കാണാറില്ല. അപ്പോൾ ഇത് ഇങ്ങനെ പട്ടാമ്പിയിൽ നിന്ന് സെയിൽസ് നടത്തുകയാണ്. അപ്പോൾ ആ പറക്കും ജ്വല്ലറിയുടെ ഉള്ളിലൊന്ന് കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ ഈ വണ്ടിയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ കാണുമെന്നല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതങ്ങനെ കാണണം എന്നുള്ളൊരു മോഹം നമുക്കിത് സാധിച്ചു. അപ്പോൾ നമ്മൾ ബോച്ചേൻ്റെ കാരവൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള അനുമതി ചോദിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ആർക്ക് വേണമെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ ബോച്ചട്ടി ഉണ്ട്, പിന്നെ ജ്വല്ലറി ഉണ്ട്. അപ്പോൾ അതിൽ വേണമെച്ചാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയമണ്ടും കാര്യങ്ങളൊക്കെ എടുക്കുകയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ അവർ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ അവർ കറക്റ്റായിട്ട് എത്തിക്കും. അടുത്ത ഷോറൂമിലൊക്കെ പോയിട്ട് നോക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാനിതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പം ഭയങ്കര തണുപ്പിട്ടാവും. ഒരു എ സി എന്നല്ല, ഒരു 5-6 എ സി ഉണ്ട് ഇതിനുള്ളത്. അപ്പോൾ ഈ പോർഷൻ ഫുള്ള് ബോച്ച ടീയുടെയാണ്, അതായത് ചായപ്പൊടിയുടെ. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് ജ്വല്ലറിയാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ബോച്ച ടീ ഒന്ന് വാങ്ങി. ബോച്ച ടീയുടെ ഇത് 1 കിലോൻ്റെ ഒരു പാക്കറ്റ് എടുക്കുകയാണെന്ന് വെച്ചാൽ 320 രൂപയാണ്. പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു 200 ഗ്രാമിൻ്റെ ഒരു ബോക്സ് ഇത് എടുക്കുകയാണെന്ന് വെച്ചാൽ അതിന് 30 രൂപ 40 രൂപറ്റാണ്. അപ്പോൾ ഞാൻ 1 കിലോൻ്റെ ഒരു സംഭവം എടുത്തു. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് 1 കിലോൻ്റെ എടുത്തു. അവരത് യാത്ര പറഞ്ഞിട്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോയി. അപ്പോൾ ഇതിൻ്റെ ജ്വല്ലറിയാണ് കേട്ടോ. ഡയമണ്ടിൻ്റെ ഉണ്ട്, മറ്റേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ജ്വല്ലറി ആണ്. അതായത് ശരിക്കും ഈ വണ്ടിയുടെ പേരെന്നെ പറക്കും ജ്വല്ലറി നാട്ടാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ കാണാണ്ട് അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ്, പറഞ്ഞാൽ നല്ല തണുപ്പ്. നിർത്തിയിട്ടിരിക്കുന്നത് നോക്കണ്ട, നല്ല തണുപ്പാണ്. അപ്പോൾ അതൊക്കെ കണ്ടൊന്ന് ചെറുങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പോന്നു. നമ്മുടെ ആഗ്രഹം സഫലമാക്കി. നമ്മൾ ആൾക്കാർ അത് പറയണം ഇത് പറയണം നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് എന്താ ശരിച്ചാൽ അത് നമ്മൾ ചെയ്യാം. നമുക്കതിൻ്റെ ഉള്ളിൽ കയറിയിട്ടൊന്ന് കാണാമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കണ്ടു, വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിൽ കാണാത്ത നമ്മളെപ്പോലെ തന്നെ കുറച്ച് ആൾക്കാരുണ്ടാവില്ല ഉള്ളൊന്നും കാണാത്ത ആൾക്കാർ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതിവിടെ പോസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ബോച്ചയുടെ പറക്കും ജ്വല്ലറി പറയുന്ന സംഭവത്തിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് വീഡിയോ ഒക്കെ എടുത്ത് അവരത് 2 വർത്താനം ഭംഗി വാക്കൊക്കെ 2 വർത്താനം പറഞ്ഞു. എന്നിട്ട് മെല്ലെ ഞാനിങ്ങോട്ട് ഇറങ്ങി പോന്നു കൊടുന്നു. എന്താ വെച്ചാൽ രസമുണ്ട് കാണാൻ. എന്നാൽ നല്ല വിലയുള്ള വണ്ടിയാണ്. ബോച്ചട്ടി എല്ലാവിടെയും കിട്ടില്ല. അപ്പോൾ അതവർ ഇതിൽ ജ്വല്ലറിയുടെ ഉള്ളിലും വിൽക്കുന്നുണ്ട് ബോച്ചട്ടി.